ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടർന്ന് ഇസ്രായേലി സേന. ഹമാസിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗം തലവൻ മുഹമ്മദ് ഷഹാസിനെ ഇസ്രായേലി സേന ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഖാൻ യൂനിസിന് സമീപം നടത്തിയ ആക്രമണത്തിലാണ് മുഹമ്മദ് ഷഹാസിനെ കൊലപ്പെടുത്തിയത്. ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഒളിച്ചിരിക്കുകയായിരുന്ന മുഹമ്മദ് ഷഹാസിനെ ഇസ്രായേലി സേന കണ്ടെത്തുകയും പിന്നീട് വധിക്കുകയുമായിരുന്നുവെന്ന് IDF വക്താവ് തന്നെ വ്യക്തമാക്കുകയാണ്. ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന. ഗാസ സ്ട്രിപ്പിലുടനീളം ഹമാസിനെതിരെയുള്ള ആക്രമണങ്ങൾ ഓരോ മണിക്കൂറിലും ഇസ്രായേലി സേന വർദ്ധിപ്പിക്കുകയാണ്. ഖാൻ യൂനിസ്, ജബാലിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഹമാസിന്റെ സാന്നിധ്യം ഇനിയും അവശേഷിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ ആശുപത്രികൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് മണിക്കൂറുകൾ നീളുന്ന ഓപ്പറേഷനാണ് IDF ഇപ്പോൾ നടത്തുന്നത്. കമാൽ അദ്വാൻ ആശുപത്രി ഉടനീളം ഒഴിപ്പിക്കുന്ന നടപടികൾ വീണ്ടും ആരംഭിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതുപോലെ ബെയ്ത്തുൽ ലഹിയ, ബെയ്ത്തുൽ സലാം തുടങ്ങിയ പ്രദേശങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ വമ്പൻ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മേഖലകളിലെ ഹമാസിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് കൃത്യമായ വിവരം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇവിടങ്ങളിലെ അഭയാർത്ഥികളെ സുരക്ഷിതമായ മറ്റു മേഖലകളിലേക്ക് ഒഴിപ്പിക്കുക എന്നൊരു ദൗത്യമാണിപ്പോൾ IDF നടപ്പാക്കുന്നത്. അതിനിടയിൽ ഈ ഒഴിഞ്ഞു പോകുന്ന അഭയാർത്ഥികളെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് IDF. ഇവരിൽ ആരെങ്കിലും ഹമാസുമായി ബന്ധമുള്ളവരാണോ? ഹമാസ് ഭീകരന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് പരിശോധനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്തരത്തിൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഗാസയിൽ നടക്കുന്നത്. ഡിസംബർ മാസം 31 തന്നെ ഹമാസിനെ ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ നടപടികളും IDF ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെ പുതുവർഷത്തിൻ്റെ പുലർച്ചെ മുതൽ തന്നെ ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലി സേന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലെ ഹമാസിൻ്റെ ഉന്മൂലനം, അതാണ് ഇസ്രായേലി സേന പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഗാസയിൽ ഹമാസിൻ്റെ സാന്നിധ്യം ശക്തമായി ഇപ്പോഴുമുണ്ട് എന്ന് ഇസ്രായേലി സേന മനസ്സിലാക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ IDFിൻ്റെ സൈനികർക്കെതിരെ ഇപ്പോഴും ഗാസയിലെ വിവിധ മേഖലകളിൽ നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. പ്രത്യേകിച്ച് അൽഖസം അടക്കമുള്ള ചാവേർ ഗ്രൂപ്പുകൾ, ഹമാസിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ചാവേർ സംഘടനയുമായിട്ടുള്ള അൽഖസം അടക്കമുള്ളവർ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനെതിരെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലി സൈന്യം റെയ്ഡ് നടത്തുന്ന കെട്ടിടങ്ങളിൽ വമ്പൻ സ്ഫോടനങ്ങൾ നടത്തുക, വമ്പൻ ആക്രമണങ്ങൾ നടത്തുക, അത്തരത്തിൽ ഇസ്രായേലി സേനയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ ഇസ്രായേലി സേനയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുക, കാര്യമായ വലിയ തിരിച്ചടികൾ നൽകുക. ഇതിലൂടെ ഗാസയിലെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറണം. ഇതാണ് ഹമാസ് ലക്ഷ്യമിടുന്നതും ആഗ്രഹിക്കുന്നതും. എന്നാൽ ഗാസയിലെ ഈ തിരിച്ചടികൾ ഇസ്രായേലി സേന വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. ഈ തിരിച്ചടികൾക്ക് ശക്തമായ മറുപടി ഹമാസിന് നൽകണമെന്ന നിർദ്ദേശം തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗാസ സ്ട്രിപ്പിലുടനീളം ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പുതുവർഷത്തിൻ്റെ പുലർച്ചെ തന്നെ ഗാസയിലുടനീളം ജബാലിയ, ഖാൻ യൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിലുടനീളം ഇസ്രായേലി വ്യോമസേന ബോംബ് വർഷം നടത്തിയിരിക്കുന്നു. ഗാസയിലെ ഹമാസിൻ്റെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറുസലേമിലേക്കടക്കം ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിലെ ഉറവിടം അത് ഗാസ സ്ട്രിപ്പിലെ ഈ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായിരുന്നു. ആ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനെയാണ് കാര്യക്ഷമമായി ഇസ്രായേലി സേന ആക്രമണത്തിലൂടെ തകർത്തത്. അതേസമയം ഹമാസിനും ഇസ്രായേലിനും ഇടയ്ക്കുള്ള വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമാക്കാൻ ഒരുങ്ങുകയാണ് ഈജിപ്തും ഖത്തറും. നേരത്തെ ഇസ്രായേലി സേന മുന്നോട്ട് വച്ച ചില വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അത് അമേരിക്ക കൂടി അംഗീകരിച്ചതാണ്. അത് പൂർണ്ണമായും അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിരുന്നില്ല.
ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ചർച്ചകൾ താൽക്കാലികമായെങ്കിലും നിലച്ചത്. അത് വീണ്ടും പുനരാരംഭിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് ഈജിപ്തും ഖത്തറും എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു. 34 ബന്ദികളെ ആദ്യഘട്ടത്തിൽ 45 ദിവസം നീളുന്ന ആദ്യ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഹമാസ് വിട്ടയക്കണമെന്നായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം. അതിൽ 24 പേർ ഇസ്രായേലിൻ്റെ പക്കലുള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ബന്ദികളും 12 പേർ സൈനികരുമാണ് എന്നുള്ള നിർണായക വിവരങ്ങൾ ഇസ്രായേലി സേന ഹമാസിന് നൽകിയിരുന്നു. അവരുടെ പട്ടികയും, അതായത് വിട്ടയക്കേണ്ടവരുടെ പട്ടികയും ഹമാസിന് ഇസ്രായേലി സേന നൽകിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ 24 ബന്ദികളെ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 24 ബന്ദികളെ മാത്രമേ വിട്ടയക്കുകയുള്ളൂ. സൈനികരായിട്ടുള്ള 12 പേരെ വിട്ടയക്കാനാകില്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് ഹമാസ് സ്വീകരിച്ചത്. ഇതോടുകൂടി തന്നെ വെടിനിർത്തൽ ചർച്ചകൾ അലസിപ്പിരിയുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ മുതൽ ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാൻ ഒരു ഘട്ടത്തിലും ഹമാസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും ഒടുവിലായി ഇസ്രായേലിൻ്റെ നിലപാട് എന്നത് തങ്ങൾ മുന്നോട്ട് വച്ച ആദ്യഘട്ടത്തിലെ നിബന്ധനകൾ പൂർണ്ണമായും നടപ്പാക്കുമെന്ന് ഹമാസ് ഉറപ്പ് നൽകിയാൽ മാത്രം വെടിനിർത്തൽ ചർച്ചകളിലേക്ക് മുന്നോട്ട് പോകാം. ഫിലാഡൽഫി, നെറ്റ്സാരിം കോറിഡോറുകളിൽ നിന്ന് ഒരു കാരണവശാലും ഇസ്രായേലി സേന പിന്മാറുന്ന പക്ഷമില്ല. ഈ കോറിഡോറുകളിൽ ഇസ്രായേലി സേനയുടെ ശക്തമായ സാന്നിധ്യമുണ്ടാകും. ഏറ്റവും ഒടുവിലായി 3ാമത്തെ ഘട്ടത്തിൽ മാത്രമേ ഗാസയിൽ നിന്ന് ഇസ്രായേലി സേന അതിർത്തികളിലേക്ക് പിന്മാറൂ എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും IDF സ്വീകരിക്കുന്നത്. അതേസമയം ഹമാസ് ആകട്ടെ അവരുടെ അവസാനവട്ട സമ്മർദ്ദ തന്ത്രങ്ങൾ ചെലുത്തുകയാണ്. ഇനിയും ബന്ദികളെ വെച്ച് സമ്മർദ്ദം ചെലുത്താനുള്ള സാഹചര്യമില്ല എന്ന് ഹമാസിന് കൃത്യമായി അറിയാം. ഗാസയിലെ ഈ തിരിച്ചടികൾ ഇസ്രായേലി സേന വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. ഈ തിരിച്ചടികൾക്ക് ശക്തമായ മറുപടി ഹമാസിന് നൽകണമെന്ന നിർദ്ദേശം തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗാസ സ്ട്രിപ്പിലുടനീളം ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പുതുവർഷത്തിൻ്റെ പുലർച്ചെ തന്നെ ഗാസയിലുടനീളം ജബാലിയ, ഖാൻ യൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിലുടനീളം ഇസ്രായേലി വ്യോമസേന ബോംബ് വർഷം നടത്തിയിരിക്കുന്നു. ഗാസയിലെ ഹമാസിൻ്റെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറുസലേമിലേക്കടക്കം ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിലെ ഉറവിടം അത് ഗാസ സ്ട്രിപ്പിലെ ഈ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായിരുന്നു. ആ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനെയാണ് കാര്യക്ഷമമായി ഇസ്രായേലി സേന ആക്രമണത്തിലൂടെ തകർത്തത്. എങ്കിലും അവസാന ഘട്ടം വരെ ബന്ദികളെ മുൻനിർത്തിയുള്ള സമ്മർദ്ദങ്ങൾക്കുള്ള ശ്രമമാണ് ഹമാസ് ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.